ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമുഖ വിശേഷത്തിലേക്ക് സ്വാഗതം. അനുമോദങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. ഞങ്ങൾ ഈ ചാനലിലൂടെ കാറ്റത്തെ കിളിക്കൂട് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ പ്രമുഖ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറയുന്നത്, സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ താൻ സുധീഷ് ആരോ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം അരുണിനോട് വിളിച്ച് പറഞ്ഞതിന് ശേഷം ആ ഒളിത്താവളം മാറ്റി. അങ്ങനെ മാറ്റുന്ന സമയത്ത് സുധീഷ് ഫോൺ വിളിച്ചതിന് പ്രകാരം ഹരീഷും നികേഷും സുഭാഷും കൂടെ സുധീഷിനെ അന്വേഷിച്ച് വരികയാണ്. വരുന്ന വഴിയിൽ ഈ സുധീഷിനെ ഒളിത്താവളം മാറ്റുവാൻ കൊണ്ടുപോകുന്ന ഗുണ്ടകളുടെ വാഹനം, അല്ലെങ്കിൽ സുധീഷിനെ കൊണ്ടുപോകുന്ന വാഹനം ഹരീഷിൻ്റെ വാഹനത്തിൽ ഇടിക്കുകയും അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ സുധീഷ് തൻ്റെ അനിയന്മാരെയും ചേട്ടനെയും കണ്ട് അവിടെ വെച്ച് വലിയൊരു ബുദ്ധിപൂർവ്വം ഒരു കളി കളിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ വായും കൈയുമൊക്കെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് തനിക്ക് ഒച്ചപ്പാടുണ്ടാക്കുവാനോ ചാടി ഇറങ്ങുവാനോ കഴിയത്തില്ല. എന്നാൽ ഈ സംഘർഷം ഒഴിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ സുഭാഷും ഈ ഗുണ്ടാ നേതാവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു, അത് ഒഴിവാകുന്നു. അതിനുശേഷം ഈ ഗുണ്ടാ നേതാവ് വാഹനത്തിൽ കയറുവാൻ ചെല്ലുന്ന സമയത്ത് സുധീഷ് ഈ ഡോറിൽ ചവിട്ടി തെറിപ്പിക്കുകയും ആ സമയത്ത് വെളിയിലൂടെ നടന്നു വന്ന ഈ ഗുണ്ട, അല്ലെ വാഹനത്തിൽ കയറാൻ വന്ന ഗുണ്ടക്കിട്ട് കൊള്ളുകയും ഈ ഡോറ് ചെന്ന് ഇടിക്കുകയും അങ്ങനെ ഗുണ്ടാ നേതാവ് നിലത്ത് വീഴുമ്പോൾ പെട്ടെന്ന് ഈ ഹരീഷും നികേഷും സുഭാഷും കൂടെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഈ വാഹനത്തിലുണ്ട്, സുധീഷുണ്ട് എന്ന് അവരറിയുന്നില്ല. അപ്പോൾ ഈ വീഴുന്ന സമയത്ത് ഈ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കുമ്പോഴാണ് സുധീഷ് തല വെളിയിലേക്ക് ഇട്ട് ഇവരെ കാണിക്കുകയാണ്, താൻ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ നികേഷ് കാണുകയും പെട്ടെന്ന് സുഭാഷ് ചേട്ടനോടും ഹരീഷിനോടും പറയുക, സുധീഷ് ചേട്ടൻ ആ വാഹനത്തിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും ഒരുമിച്ച് നോക്കുമ്പോൾ സുധീഷിനെ ബായെല്ലാം സ്റ്റിക്കർ വെച്ച് അടച്ച് ബന്ധിച്ചുകൊണ്ട് ഈ വാഹനം വിട്ടടിച്ച് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ നിക്കട എന്ന് പറഞ്ഞ സുഭാഷും ഹരീഷും കൂടെ വാഹനമെടുത്ത് നികേഷുമായിട്ട് ആ വാഹനത്തെ, ഈ ഗുണ്ടകളുടെ വാഹനത്തെ പിന്തുടരുകയും അങ്ങനെ വേഗത്തിൽ പോകുന്ന വാഹനത്തെ പിന്തുടരുവാൻ മാത്രമായിരുന്നു കഴിയുന്നത്, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ കഴിയാതെ പിന്തുടർന്ന് ഈ സുധീഷിനെ കൊണ്ടുപോകുന്ന ഒളിത്താവളത്തിലെത്തുകയും അങ്ങനെ അവിടെ വെച്ച് സുധീഷിനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഗുണ്ടകളുമായിട്ട് വലിയൊരു ഫൈറ്റിംഗ് നടത്തുകയും അങ്ങനെ ആ ഫൈറ്റിങ്ങിൽ സുഭാഷും ഹരീഷും നികേഷും വിജയിക്കുകയും അതിനുശേഷം സുധീഷിൻ്റെ കെട്ടുകൾ അഴിച്ച് രക്ഷിച്ച് ഈ ഗുണ്ടയെ പിടിച്ച് കെട്ടി നല്ല ഇടി കൊടുക്കുകയും അതിനുശേഷം ആരാണ് ഇത് ചെയ്യുവാൻ പറഞ്ഞത് എന്ന് ഗുണ്ടയോട് ചോദിക്കുമ്പോൾ ഗുണ്ട സത്യം പറയുകയാണ്, അല്ലെങ്കിൽ ഗുണ്ടാ നേതാവ് സത്യം പറയുകയാണ്, ഇത് പറഞ്ഞത് രാജീവ് സാറാണ്, അതുകൊണ്ട് സുധീഷിനെ തട്ടിക്കൊണ്ടു പോകണമെന്നും പണം തട്ടിയെടുക്കണമെന്നും എന്നിട്ട് സുധീഷ് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്നും പറഞ്ഞു വരുത്തണം എന്നും പറയുകയാണ്. അങ്ങനെ തങ്ങളെ ഏൽപ്പിച്ച ജോലിയാണ് അത്, ഞങ്ങൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഗുണ്ടയും കാണാം കേട്ടോ. അതിനുശേഷം നിധിയുടെ മുൻപിലേക്ക് സുധീഷുമായിട്ട് ചെല്ലുന്ന ഒരു മാസ് പ്രകടനമുണ്ട്. അങ്ങനെ അവിടെ വെച്ച് നിധി സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. തൻ്റെ അച്ഛനും ചേട്ടനും അമ്മയുമൊക്കെ തന്നെ സ്നേഹിക്കുകയല്ലായിരുന്നു, മറിച്ച് സുധീഷിൽ നിന്ന് അടർത്തി മാറ്റുവാൻ വേണ്ടി കളിച്ചൊരു നാടകമാണെന്നും അങ്ങനെ ഈ സത്യം മനസ്സിലാക്കി തന്നെ സുധീഷിനെ കൊല്ലുവാൻ ശ്രമിച്ചതും തട്ടിക്കൊണ്ടുപോയതും പണം അപഹരിച്ച് കള്ളനാക്കിയതുമൊക്കെ ഒരു നാടകമാണ് എന്ന് മനസ്സിലാക്കിയ നിധി ആ വീട് വിട്ട് എന്നേക്കുമായി ഇറങ്ങുന്ന രംഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ. അപ്പോൾ എല്ലാ ദിവസവും പ്രമോശേഷമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.